ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്ത ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. തേനിലും മധുരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ, എങ്കിലും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാൽ ആകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ നിഷ്ഫലമായില്ല, എങ്കിലും അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ അത്രേ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എല്ലാവരെക്കാളും ഞാൻ അധികം അധ്വാനിച്ചു. അതിന് കാരണം എന്നോട് കൂടെയുള്ള ദൈവകൃപ ആകുന്നു. ഇപ്പോൾ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാൽ ആകുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് അദ്ദേഹം കൊടുക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവത്തെ മാത്രം നോക്കി, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിച്ച് ദൈവകൃപയുടെ ഔന്നത്യത്തിൻ്റെ പടവുകൾ കയറിയ ധാരാളം ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇന്നവർ പ്രശസ്തിയുടെയും പെരുമയുടെയും സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അവരിൽ പലരും ദൈവകൃപ എന്ന വാക്ക് ഉച്ചരിക്കുവാൻ, ഉപയോഗിപ്പാൻ, മറ്റുള്ളവരോട് പ്രസംഗിപ്പാൻ ലജ്ജിക്കുന്നില്ലേ, അല്ലെങ്കിൽ മനഃപൂർവ്വമായി മറക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ മറന്നുപോകുന്നു. ധാർമ്മികമായ പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായി പ്രസംഗിച്ച് മറ്റുള്ളവരുടെ കയ്യടി നേടുന്ന ഇക്കൂട്ടർ ഒരിക്കൽ പോലും ഞാൻ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ആകുന്നു എന്ന് പറയാറില്ല, പ്രസംഗിക്കാറില്ല. ഒരുപക്ഷെ തങ്ങളുടെ സ്ഥാനമാന മഹിമകൾ അങ്ങനെ ദൈവം തന്നതാണെന്ന് പറയുവാൻ ലജ്ജ കാണിക്കുന്നത് കൊണ്ടാകാം. ഒരിക്കലും അങ്ങനെ ആകരുത് എന്ന പൗലോസിൻ്റെ ജീവിതം നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹം ഒരു റോമ പൗരനായിരുന്നു, പരീശനായിരുന്നു, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനായിരുന്നു. ദൈവം ഒരുപാട് കൃപകളും കൃപാവരങ്ങളും അദ്ദേഹത്തിൻ്റെ മേൽ പകർന്നിരുന്നു. ഏറ്റവും അധികം സഭകൾ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. ദൈവരാജ്യത്തിൻ്റെ ധീര പോരാളിയായിരുന്നു. എങ്കിലും താൻ പറയുന്നത്, ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, എൻ്റെ കഴിവല്ല, ഞാനിപ്പോൾ എന്തായിരിക്കുന്നുവോ അതെല്ലാം ദൈവകൃപ ഒന്ന് മാത്രമാണ്. എനിക്ക് അധ്വാനിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനുള്ള മനസ്സും ദൈവകൃപയും ആരോഗ്യവും എനിക്കുണ്ടെങ്കിൽ, അതെല്ലാം ദൈവത്തിൻ്റെ അളവറ്റ കൃപ ഒന്ന് മാത്രമാണ്. ദൈവകൃപ എന്നിൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ, എന്നിൽ പകർന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ ശേഷം മനുഷ്യരെ പോലെ മാത്രമുള്ള ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ. അതുകൊണ്ട് എല്ലാം മഹത്വവും അദ്ദേഹം ദൈവത്തിന് കൊടുക്കുകയാണ്. സർവശക്തനായ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ വിവിധ മേഖലകളിൽ, വിവിധ നിലകളിൽ ദൈവം കൃപ നൽകിയിരിക്കുന്ന എല്ലാവരും പറയേണ്ടത് ഇതുതന്നെയാണ്, ഞാനാകുന്നത് കൃപയാലാകും. ഇസ്രായേൽ പറയേണ്ടത് അതാണ്, നാം പറയേണ്ടത് അതാണ്. ദൈവം ഒരിക്കലും തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല. മഹത്വം ദൈവത്തിനുള്ളതാണ്. മനുഷ്യൻ അത് അപഹരിച്ചെടുക്കരുത്, അതിൽ കൈയിട്ട് വാരരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വയം മഹത്വം എടുത്തുകൊണ്ട് ഇന്ന് ആരെങ്കിലും ജീവിക്കുന്നെങ്കിൽ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നത് എത്രയോ ഭയങ്കരമായിരിക്കും. ദൈവം ഇതിനെല്ലാം കണക്ക് ചോദിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ആർക്കും വേണ്ട. അതുകൊണ്ട് ദൈവം ഉപയോഗിച്ചിട്ട് പ്രയോജനമില്ലാത്ത ദാസന്മാരെന്ന് നാം പറയണം. ദൈവത്തിന് മഹത്വം കൊടുക്കണം, യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുക്കണം. അവിടുത്തെ ദയ എന്നേക്കുമുള്ളത് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയണം. അങ്ങനെ ജീവിക്കുന്നവരെയാണ് ദൈവം പൗലോസിനെ പോലെ പുതിയ പുതിയ കൃപകൾ പകർന്ന് വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ നിലകളിൽ ഉപയോഗിക്കുന്നത്.
ദൈവത്തിൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി ആ ഉന്നതമായ ദൗത്യങ്ങൾ നിവർത്തിക്കുവാൻ ദൈവത്തിന് ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് ആവശ്യം. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു എന്ന് ലജ്ജ കൂടാതെ ഏത് സദസ്സിൻ്റെ നടുവിലും തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് പറയുവാൻ മനസ്സുള്ള ആളുകളെയാണ് ദൈവം തിരയുന്നത്, ദൈവം അന്വേഷിക്കുന്നത്. നമ്മിൽ ദൈവം അത് കാണട്ടെ, നമ്മിൽ ദൈവം അത് കാണട്ടെ. അതാണ് നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹിതം. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. സർവശക്തിയുള്ള ദൈവമേ, അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും പലരും ദൈവത്തിൻ്റെ മഹത്വം അപഹരിച്ചെടുക്കുമ്പോൾ യഹോവയ്ക്ക് മഹത്വം കൊടുക്കാതെ സ്വയം മഹത്വമെടുക്കുമ്പോൾ അതിൻ്റെ അപകടകരമായ അവസ്ഥകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഞങ്ങൾക്ക് ദൈവം തന്നതിനായി സ്തോത്രം. പൗലൂസിൻ്റെ ജീവിതത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ച പ്രബോധനങ്ങൾക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശു